പ്രാർത്ഥനയിൽ ആണ്ടവളായി മറിയം മരുവീടുമ്പോൾ അഗ്നിമയൻ മാലാഖ സവിതേ വന്നരുളി നന്മ നിറഞ്ഞവളെ സ്വസ്തി അരജാലയമേ വൻ ഭാഗ്യം നിൻ വ്രതഹാനി ഭവിക്കാതെ വാനവശില്പിയ നീ പേരി പുനരഭി നിർമ്മല നീ അമ്മേ നിൻ സുതനഭിവന്യൻ തന്നെ. ദൈവ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു നല്ല ദിവസം പ്രിയമുള്ളവരെ എല്ലാവർക്കും നേരുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ പ്രാർത്ഥനാനുഭവത്തെ പറ്റി കഴിഞ്ഞ ദിവസം നാം വിചിന്തനം ചെയ്തു. ഇന്ന് നാം കേട്ട ഈ ഗാനം ശിമോ നമസ്കാരത്തിലെ മലങ്കര കത്തോലിക്ക സഭയിലെ ശിമോ നമസ്കാരത്തിലെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. രാമപ്രാർത്ഥനയിൽ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. പരിശുദ്ധ മറിയം പ്രാർത്ഥനയിൽ ആണ്ടവളായി. പരിശുദ്ധ മറിയം പ്രാർത്ഥനയിൽ അങ്ങനെ തന്നെ സമർപ്പിച്ച് സ്വയം മറന്ന് ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ മാലാഖ മറിയത്തോട് സംസാരിച്ച സംഭവമാണ് ഈ ഭാഗത്ത് ഗാനത്തിലൂടെ നാം മനസ്സിലാക്കുക. പ്രാർത്ഥനയിൽ നാം ഓരോരുത്തരും പരിശുദ്ധ മറിയത്തെ പോലെ ശ്രദ്ധ വയ്ക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അന്വേഷിക്കുന്നവൻ തീർച്ചയായും ദൈവത്തെ കണ്ടെത്തും. പ്രാർത്ഥന ഒരു അന്വേഷണമായിരിക്കണം, അതൊരു കണ്ടെത്തലായിരിക്കണം. നമ്മുടെ ജീവിതത്തെ പരീക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അന്തസത്ത കണ്ടെത്തുവാൻ ഞാൻ ആര്, ഞാൻ എന്ത്, ഞാൻ എവിടെയായിരിക്കുന്നു, എവിടേക്ക് പോകണം, ഇതൊക്കെ കണ്ടെത്തുന്നതിനുള്ള ഒരു ജീവിത സഫരിയാണ് വിശുദ്ധ പ്രാർത്ഥന. അനുഗ്രഹീതമായ നോൻപിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ യേശുനാഥന്റെ പ്രാർത്ഥനയെപ്പറ്റി വേദപുസ്തകം പറയുന്നത് യേശുവിന് കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നത് പ്രാർത്ഥനയിലാണ്. അവൻ ദിവസം തോറും അല്ലെങ്കിൽ പതിവ് പോലെ പ്രാർത്ഥിക്കുവാൻ മലമുകളിലേക്ക് പോയി. മലമുകളിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ ചിന്തനീയമാണ്. മലമുകളിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ലൗകികമായ തലം വിട്ട്, മനുഷ്യന്റെ ഇടപെടലുകളുടെ വ്യാപാരങ്ങളുടെ തലം വിട്ട് ഉന്നതമായ ഒരു തലത്തിലേക്ക്, അതായത് ദൈവ ആഭിമുഖ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ സൂചനയാണ് മലമുകളിലേക്ക് കയറുക എന്ന് പറയുന്നത്. ഗതസമയം തോട്ടത്തിൽ ഒരു വലിയ സംഭവം യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ സമയത്ത് നാം കാണുന്നുണ്ട്. യേശുനാഥൻ ശിഷ്യന്മാരിൽ നിന്നും ഒരു കല്ലേറ് ദൂരം മാറി നിന്ന് പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരുടെ ആ ഉറക്കത്തിൻ്റെ അനുഭവം മാറ്റി യേശു ഒരു കല്ലേറ് ദൂരം മാറുക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വ്യാപാരങ്ങളിൽ നിന്നും ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളിൽ നിന്ന്, രീതികളിൽ നിന്നൊക്കെ മാറി വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക്, പരിശുദ്ധമായ ഒരിടത്തിലേക്ക് മാറി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന ലോകത്തിലായിരുന്നു കൊണ്ട് നടത്തുവാൻ നമുക്ക് എളുപ്പമല്ല. പ്രാർത്ഥിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു വരികിൽ നാം ഉയരണം. സാധാരണ തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് നാം ഉയരണം. ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ ഒരു ചിന്തയിൽ പായൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ തലത്തിൽ നിന്ന് ഒന്ന് ഉയർന്ന് ഔന്നത്യമാർന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നിട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. പ്രാർത്ഥന ഒരു ലൗകിക കാര്യമല്ലല്ലോ, പ്രാർത്ഥന ഒരു ദൈവിക കാര്യമാണ്. പ്രാർത്ഥനയിൽ ദൈവത്തെയാണ് തേടുന്നത്, ലോകത്തെ അല്ല. എവിടെ എന്ത് അന്വേഷിക്കുന്നുവെന്ന് ഫിലിപ്പോസ് നഥാനിയേലോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈശോയെ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഫിലിപ്പോസ് പറയുന്നത് വന്ന് കാണുക. ഈശോയെ വന്നു കാണുവാൻ, ഈശോയോട് ചേർന്ന് ജീവിക്കുവാൻ നമ്മെ സന്നദ്ധമാക്കുന്നതാണ് പ്രാർത്ഥന.
ദൈവവും ഞാനും പരസ്പരം ബന്ധം അല്ലെങ്കിൽ ബന്ധത്തിലാകുന്ന ഒരനുഭവം എൻ്റെ ജീവിതാന്വേഷണത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുവാൻ സഹായിക്കുന്നതാണ് പ്രാർത്ഥന. ഗാഗുൽത്താമലയിൽ തൂങ്ങപ്പെട്ട യേശുവിന്റെ വലതുഭാഗത്ത് കിടന്ന കള്ളന്റെ പ്രാർത്ഥന, കർത്താവേ, നീ പർദീസയിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. തൻ്റെ അഹംഭാവവും വൻപും ജീവിത സാഹചര്യങ്ങളും പാപങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് അവൻ യേശുവിന് മുമ്പിൽ തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ അവൻ്റെ ആ സമർപ്പണം പ്രാർത്ഥനയായി മാറി. നമ്മുടെ ജീവിതം പ്രാർത്ഥന സമർപ്പണമായി മാറണം. ആ നല്ല കള്ളനെ പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. നമ്മുടെ ലക്ഷ്യം പർദീസായിൽ നീ ആയിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ.